ആരാ അത്? അവരെവിടെയാ ഉള്ളത്? കാടിനുള്ളിലെ അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് കണ്ടതാ. നിനക്ക് ഈ വീട്ടിലുള്ളവരെ കുറിച്ച് അറിയൂന്ന് ചോദിച്ചു. ഞാനപ്പോ അറിയുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നിന്നെ പറ്റി പറഞ്ഞത്, നീ ഒരു നാഗമാണെന്ന്. അത് സത്യമല്ലേ ശിവാനി? അത് എങ്ങനെ സത്യമാവുന്നേ? നീ ആരുടെയോ വാക്ക് വിശ്വസിച്ചിരിക്കും, അത്രമാത്രം. വിശ്വസിച്ചില്ല. വിശ്വസിച്ചിരുന്നെങ്കിൽ താഴെ വെച്ച് നീ തന്നെയാണ് നാഗമെന്ന് ഞാൻ പറയുമായിരുന്നില്ലേ? പരീക്ഷിച്ചു നോക്കാമെന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നീയപ്പോ നാഗറാണി അല്ലല്ലേ? ഞാനെങ്ങനെയാ നാഗറാണിയാവുന്നത്? ഞാൻ ശിവാനിയാണ്. എന്തിനാണ് പേടിക്കുന്നത് ശിവാനി? ഇനി ഈ ചിന്ത നിന്നെ അലട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് വേണ്ടതും അത് തന്നെയാ. അവര് വേറെന്താ പറഞ്ഞത്? അത്രേ പറഞ്ഞുള്ളൂ. അവരാരാണെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാവോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അത്രയും പറഞ്ഞ് അവരെങ്ങോട്ട് പോയി? അവരാരാണെന്നോ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അറിയാൻ ഞാൻ അവരെ പിന്തുടർന്നു പോയി. പക്ഷേ അപ്പോഴേക്കും അവര് അപ്രത്യക്ഷയായി കഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും നീ അവരെ കാണുവാണെങ്കിൽ എന്നോട് വന്ന് പറയണേ. അറിയാത്ത ആരോ വന്ന് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നോക്കിയതായിരിക്കും. നീ എന്തിനാ അതൊക്കെ ആലോചിച്ച് തലമുണ്ടാക്കുന്നത് ശിവാനി? വിട്ടേക്കോ? അല്ല, എനിക്കവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനായിരുന്നു. ദയവേത് നീ വന്ന് പറയണേ. ശരി, അവരെ കണ്ട ഞാൻ പറയാം. അമ്മായെ, ഒരു മിനിറ്റ്. ഇതെല്ലാം വീട്ടിലുള്ളവരോട് പറയേണ്ട കാര്യമില്ല. എല്ലാവരോടും പറയാൻ നീ നാഗമൊന്നും അല്ലല്ലോ. താങ്ക് യു. ശിവാനി, നിന്റെ സമാധാനമില്ലാതായി. ഇനിയാണ് എന്റെ കളികളുടെ ആരംഭം. നിനക്ക് ഓരോ നിമിഷവും നരകം ഞാൻ കാണിച്ചു തരും. കാത്തിരുന്നു. അതെ, എന്താ കാര്യം? എല്ലാവരോടും വരാൻ പറഞ്ഞല്ലോ. കാര്യമൊക്കെ ഉണ്ട്, പറയാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നാരും വീടിന് പുറത്തേക്ക് പോകാൻ പാടില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. ദിഗ്വിജയ, വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒരു വിശിഷ്ട വ്യക്തി ഇങ്ങോട്ട് വരുന്നുണ്ടമ്മേ. ആരാളിയ? ഭൈരവ ബാബ. ഭൈരവ ബാബയോ? ഈ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ആരാ അദ്ദേഹം? നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന ആൾ. ആ നാഗത്തിൽ നിന്നോ? ആ നാഗത്തെ നമ്മൾ അന്ന് തന്നെ കാട്ടിക്കൊണ്ടുപോയി വിട്ടതല്ലേ? ആ നാഗത്തെ അത്ര നിസ്സാരമായി കാണരുത്. നമ്മളതിനെ കാട്ടിൽ വിട്ടു എന്നുള്ളത് ശരി തന്നെ. അത് തിരിച്ചു വരില്ല എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി? നാഗറാണി തിരിച്ചു വരുമോ അളിയ? വരാതിരിക്കാം. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ വീടിന് ചുറ്റും പാമ്പുകളുടെ ശല്യം കൂടിക്കൂടി വരികയാണ്. ഒരു പാമ്പ് കാരണം നമ്മുടെ തൃശ്ശൂരിന്റെ ജീവന് വരെ ആപത്തുണ്ടായില്ലേ? ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ശത്രു സംഹാര പൂജ. എന്നുവെച്ചാ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആ നാഗങ്ങളെ നിഗ്രഹിച്ചു കളയാനുള്ള പൂജ. അത് നടത്തണമെങ്കിൽ ദൈവിക ശക്തിയുള്ളവർ തന്നെ വേണം. അങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിൽ ആരാണെന്ന് പരീക്ഷിച്ചറിയാനാണ് ബാബ വരുന്നത്. അളിയ, നമ്മളിൽ ആർക്കാ ദൈവിക ശക്തി ഉണ്ടെന്ന് അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലാവും? ഭൈരവ ബാബ വീട്ടിൽ വരുമ്പോ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പരീക്ഷിക്കുമത്രേ. അപ്പൊ ആർക്കാണ് ദൈവശക്തി ഉള്ളതെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലാവും. അത് മാത്രമല്ല, ആ നാഗം വീണ്ടും നമ്മുടെ വീട്ടിൽ വന്നാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവളുടെ യഥാർത്ഥ രൂപം പുറത്തു വരും. സോ ആർക്കെന്ത് ഇമ്പോർട്ടന്റ് ജോലി ഉണ്ടെങ്കിലും ഇന്നാരും ഇവിടുന്ന് പോകാൻ പാടില്ല. ആരാ ഈ ഭൈരവ ബാബ? അദ്ദേഹം എന്തിനാ വീട്ടിലേക്ക് വരുന്നത്? എന്തിനാ ഈ പൂജയൊക്കെ?
പൂജയ്ക്ക് ദൈവിക ശക്തിയുള്ളവർ വേണത്രേ. അതറിയാൻ എല്ലാവരുടെയും തലയിൽ കൈവയ്ക്കത്രേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നാഗമായി മാറിപ്പോകുമല്ലോ. എന്റെ യഥാർത്ഥ രൂപം വീട്ടിലുള്ള എല്ലാവരും അറിയാനിടയാകും. ഞാൻ ഇനി എന്താ ചെയ്യാ? ഇവിടുന്ന് രക്ഷപ്പെടാന്ന് വെച്ചാ വീട്ടിലുള്ള ആരും പുറത്തു പോകരുതെന്നല്ലേ അങ്കിള് പറഞ്ഞിട്ടുള്ളത്. അതനുസരിക്കാതെ ഞാൻ പോയാ എന്റെ മേലെ എന്തായാലും സംശയം തോന്നും. എന്നാ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് എന്റെ യഥാർത്ഥ രൂപം അറിയുകയും ചെയ്യും. എന്താ ചെയ്യാ ഞാൻ? മഹാദേവ, എന്തിനാണ് എന്നെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്? ഞാനിനി എന്താ ചെയ്യാ? ആ ബാബ വരാതിരുന്നാ മതി. എനിക്കത്രേ വേണ്ടു. എനിക്കത് മാത്രം മതി. ജയ് മഹാകാളി, ഞാൻ ദിഗ്വിജയന്റെ വീട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഇനി ആ ഇച്ഛാധാരി നാഗങ്ങളെ സംഹരിക്കാതെ എനിക്ക് വിശ്രമിക്കുവാൻ കഴിയുകയില്ല. എന്നെ അവിടുന്ന് ആശീർവദിച്ചാലും. ജയ് മഹാകാളി. ഓഹോ, ഗരുഡ പക്ഷി എന്നെ പിന്തുടരുകയാണല്ലേ? വരൂ, നിങ്ങളുടെയും ഇച്ഛാധാരി നാഗങ്ങളുടെയും സംഹാരത്തിന് വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ആദിശേഷനും അവന്റെ പ്രണയിനിയും എന്റെ മർക്കടമുഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. ജയ് മഹാകാളി. രക്തത്തിന്റെ വാസന. സർപ്പം. ഈ വീടിന് മുകളിൽ ചെങ്കണ്ണ് നട്ടിരിക്കുന്ന ആ ഇച്ഛാധാരി നാഗങ്ങളുടെയും ഗരുഡ ലോകത്തുള്ളവരുടെയും സംഹാരം ഇന്ന് തന്നെയാണ്. ജയ് മഹാകാളി. ബാബ വന്നാട്ടെ. ബാബ, എന്താ ബാബ, എന്തു പറ്റി? ശത്രുക്കളുടെ ശക്തി എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ശത്രു? ബാബാ, ഏത് ശത്രുക്കളാ? ഇച്ഛാധാരി നാഗത്തിന്റെ ശക്തി എന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയ് മഹാകാളി. എന്റെ മന്ത്രശക്തിക്ക് മുൻപിൽ ഒരു ശക്തിയും നിലനിൽക്കില്ല. ബാബ, അങ്ങയുടെ പാദസ്പർശനത്താൽ ഈ വീട് ധന്യമായി. വന്നാലും, അകത്തേക്ക് വന്നാലും. നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളിൽ ഒരാളെ കാണുന്നില്ല. മരുമകളുണ്ട്, അവള് റൂമിലാ ഉള്ളത്. വീണേ, ശിവാനി പോയി വിളിച്ചോണ്ട്.
ഏടത്തി ഏടത്തി എന്താ വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നെ? കേട്ടില്ലായിരുന്നോ? ഏടത്തി ഏടത്തിയാ ഞാൻ വിളിക്കുന്നേ. ഏടത്തി എന്ത് പറ്റി ഏടത്തി? എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ ഇരിക്കായിരുന്നു. ഏടത്തി താഴെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ വരുന്നില്ല. ഏടത്തി എല്ലാരും ഏടത്തിക്ക് വേണ്ട വെയിറ്റ് ചെയ്യുന്നേ. ഒന്ന് വാ. ഞാൻ വരുന്നില്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞ അർത്ഥം മനസ്സിലാവില്ലേ നിനക്ക്? ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല. ഏടത്തി എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കേണ്ട, ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. ഇവിടുന്ന് പോവാൻ. എല്ലാവർക്കും അവരവരുടെ കാര്യം. എന്റെ വിഷമത്തെക്കുറിച്ച് എനിക്ക് ആരോടും പറയാൻ പോലും പറ്റില്ല. മഹാദേവ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യും? എന്താ മോളെ വീണേ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ശിവാനി എവിടെ? വീണേ, നിന്നോടാ ചോദിച്ചത്. അവള് റൂമിലില്ലേ? റൂമിലുണ്ട്. പിന്നെ എന്താ നീ കൂട്ടിക്കൊണ്ടുവരാഞ്ഞത്? വീണെ നിന്നോടാ ചോദിക്കുന്നേ, പറയാൻ. ഡാഡ്, അത് ഞാൻ ഏടത്തിയെ വിളിച്ചു. പക്ഷെ അവരെന്നെ വഴക്ക് പറഞ്ഞു. ശിവാനി വഴക്ക് പറഞ്ഞെന്നോ? അവൾ അങ്ങനെ പറയുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. എന്തിനാ വഴക്ക് പറഞ്ഞേ? അറിയില്ല മുത്തശ്ശി. ബാബ, എന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു. അങ്ങിവിടേക്ക് വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞത് മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ വല്ലാതെ അസ്വസ്ഥയായിട്ടാണ് കാണപ്പെട്ടത്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. പിന്നെ നാഗിനിയെ പിടിച്ചോണ്ട് പോയതോ? അവിടെയാണ് ആ രഹസ്യം. അതിന്റെ ഉത്തരവും ബാബ തന്നെ കണ്ടുപിടിക്കണം. എന്റെ ദൈവമേ, ഈ വീട്ടിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? പേടിക്കണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആ നാഗറാണിയെ പിടിച്ചുകെട്ടി ദിഗ്ബന്ധനത്തിൽ അടയ്ക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്. എന്നുവെച്ചാ ശിവാനിയെ? അങ്ങളെ, ഞാൻ കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. ശിവാനിയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അവള് വന്നിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. അവള് വരാത്തോണ്ടാ ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ എന്താ വേണ്ടത്? അവളെ കൂട്ടിക്കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ. അവളെ ഞാൻ പോയി കൊണ്ടുവരാച്ചാ. ശിവാനി, എന്തു പറ്റി? ശിവാനി, അവിടെ താഴെ ഞാൻ വരുന്നില്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ? പിന്നെ അതെന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാ വരുന്നില്ല. മാഡം എന്തോ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എന്താണ് കാര്യം? ഒന്നുമില്ല. കാരണമില്ലാതെ ദേഷ്യപ്പെടുന്നവർക്കും കാരണമില്ലാതെ ചിരിക്കുന്നവർക്കും നമ്മള് തലയ്ക്ക് വട്ടാണെന്ന് പറയാം. അതെ, എന്റെ തലയ്ക്ക് വട്ട. അതിവിടുന്ന് പോയേ. ഇതിപ്പോ ഒരു വഴിക്ക് അടുക്കുന്നില്ലല്ലോ. എന്താ ചെയ്യാ? തൃശൂൽ, എന്റെ സങ്കടം എന്താന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. എനിക്കറിയാം നീ എന്താ വരാത്തേന്ന്. എന്തുകൊണ്ടാ? ബാബ വന്നോണ്ടല്ലേ. ഇവനെങ്ങനെയാ മനസ്സിലായത്? നീ എന്നോടൊന്നും തന്നെ പറഞ്ഞില്ലെങ്കിലും എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ? നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതൊക്കെ എനിക്ക് മനസ്സിലാവും ശിവാനി. ശരി, പറ, എന്താ എന്റെ മനസ്സിലിപ്പോ ഉള്ളത്? ആരാണപ്പ ഇവര്? മാസത്തിൽ ഒരിക്കൽ സ്വാമിജിയെയോ മന്ത്രവാദിയെയോ ആരെങ്കിലും ഒക്കെ വിളിപ്പിക്കും. അവർ വന്ന് ഇവിടെ ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കാൻ നമ്മൾ എന്തിനാ അവിടേക്ക് പോകുന്നേ എന്നല്ല ചിന്തിക്കുന്നേ. തൃശൂൽ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇത് ഈ വീട്ടിൽ കോമൺ അല്ലേ?
നോക്ക്, എനിക്ക് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് ഇഷ്ടമല്ല ശിവാനി. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് വേണ്ടി അല്ലെങ്കിലും വീട്ടിലുള്ളവർക്ക് വേണ്ടി സമ്മതിക്കേണ്ടി വരും. ഈ വിശ്വാസങ്ങള് അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരാളുടെ വിശ്വാസം നമ്മൾ കള്ളമെന്ന് പറയുന്നത് തെറ്റല്ലേ ശിവാനി? പ്ലീസ്, വീട്ടിലുള്ളവർക്ക് വേണ്ടിയെങ്കിലും താഴേക്കോ. തൃശൂൽ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് വന്നാൽ എന്റെ യഥാർത്ഥ രൂപം ശിവാനി പ്ലീസ്. ഇതെന്താ ഇത്? തൃശൂൽ എന്റെ കയ്യിൽ പിടിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു മാറ്റം ഉണ്ടായ പോലെ. എനിക്ക് വേണ്ടിയെങ്കിലും വാ. അല്ല, ഇത്ര നേരമായിട്ടും തൃശൂലിനെ കാണുന്നില്ലല്ലോ. ഇനി ശിവാനി എങ്ങാനും എസ്കേപ്പ് ആയി കാണൂ? അതൊരിക്കലും സാധ്യമല്ല. ഞാൻ ഈ വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീടിന് ചുറ്റും ദിഗ്ബന്ധനം ചെയ്തിരിക്കുകയാണ്. ആ ഇച്ഛാധാരി നാഗറാണി ദിഗ്ബന്ധനത്തിന്റെ രേഖകൾ താണ്ടി പോകുവാൻ ഒരു സാധ്യതയുമില്ല. എന്നുവെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാകും. ശിവാനി വരുന്നുണ്ട്. ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോ. മഹാദേവ, ഇന്നോടെ എന്റെ കഥ തീർന്നു. ബാബ നടത്താൻ പോകുന്ന പരീക്ഷണത്തിൽ ഞാൻ നാഗമാണെന്ന് എല്ലാവരും അറിയും. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ല. ബാബ, പരീക്ഷണം ആരംഭിച്ചോളൂ. ജയ് മഹാകാളി.